ഗുഡ് മോർണിംഗ് സുന്ദരീസ്. അങ്ങനെ ആ ദിവസം വന്നിരിക്കുകയാണ്. ഞാൻ എണീറ്റ് വന്നതേ ഉള്ളൂ കേട്ടോ. അല്ല, വന്നിട്ടില്ല, ഇപ്പം എണീക്കാൻ പോകുന്നേ ഉള്ളൂ. വേണ്ടുന്നത് നന്നായി ഉറങ്ങി. ഇന്നലെ മഴ പെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഹോട്ടലിൽ വരുമ്പോഴൊക്കെ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ നിൽക്കുന്നു, പിന്നെ ഇങ്ങനെ തുറക്കുന്നു, ഇപ്പോൾ വെളിച്ചം മൊത്തം അകത്തേക്ക് വരുന്നു. അത് ചൂടുവെള്ളം കുടിക്കട്ടെ. തൊണ്ടവേദന കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റില്ല. രാത്രി ആകുമ്പോൾ പിന്നെയും കൂടും. അങ്ങനത്തെ പറഞ്ഞാൽ ഇനി എന്തായാലും ഞാൻ വീട്ടിലെത്തിയിട്ട് ഡോക്ടറെ കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ട്. എനിക്ക് ഡോക്ടറെ കാണാൻ പോകാൻ ഭയങ്കര മടിയുള്ള ആളാണ്. പോയി അവിടെ ഇത്ര നേരം ഇരുന്ന്. ഏട്ടനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആൾ. ചെറുതെന്തെങ്കിലും വന്നാലും ഡോക്ടറെ കണ്ട് കറക്റ്റായിട്ട് അതിനെ മരുന്നൊക്കെ വെച്ചിട്ട് മാറ്റും. ഞാൻ നേരെ തിരിച്ചാണ്. ഞങ്ങൾ ഫാമിലി പരമായിട്ട് അങ്ങനെ. എൻ്റെ അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അനിയനാണെങ്കിലും ഞങ്ങൾക്ക് 4 പേർക്കും ഭയങ്കര മടിയാണ് ഡോക്ടറെ അടുത്ത് പോവാന്ന് പറയുന്നത്. കഴിച്ചടാ. അപ്പോൾ നമുക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ രാവിലെ എണീക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്ക് ടോക്സിൻസ് ഒക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് വരികയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ ഏകദേശം 8 മാസമൊക്കെ ആയിട്ടുണ്ട്. അതായത് മീഡിയ ആയിട്ടുണ്ട് യോഗ പഠിക്കാൻ തുടങ്ങിയിട്ട്, ഫേസ് യോഗ മെയിനായിട്ട്. അപ്പോൾ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. ആദ്യം നമ്മൾ ഒരു 10 ടൈംസ് ഇവിടെ ഇങ്ങനെ ടക് 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 അങ്ങനെ ചെയ്യും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലിംഫാറ്റിക് ഡ്രെയിനേജ് ഉണ്ടല്ലോ, അത് പ്രോപ്പറായിട്ട് നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ടോക്സിൻസ് ഒക്കെ റിമൂവ് ആവും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഭയങ്കര പഫിനെസ്, നീര് വന്ന പോലെ അങ്ങനത്തെ ഒക്കെയുള്ള സാധനങ്ങൾ നമുക്ക് പോവാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ കാണാപ്പാടം പഠിച്ചു ഒരുവിധം എല്ലാം. ഫേസ് യോഗ ആണെങ്കിലും ഈ ലിംഫാറ്റിക് ഡ്രെയിനേജ് ആണെങ്കിലും പിന്നെ ഗുവാഷി ആണെങ്കിലും വാട്ടർ എക്സസൈസ് ആണെങ്കിലൊക്കെ ഒരുവിധം പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതെല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. ഇത് നമ്മളൊരു 20 തവണയാട്ടോ ചെയ്യണം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ അണ്ടർ ആംസിൻ്റെ അവിടെ ഇന്ന് ചെയ്യാനിപ്പോൾ എത്ര നേരം എടുക്കും? രാവിലെ ഒരു ഹാർഡ്ലി ഒരു 3 to 5 മിനിറ്റ്സേ എടുക്കുള്ളൂ. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇൻ ദ സെൻസ് ലൈക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസം അങ്ങനെയൊന്നും അല്ല കേട്ടോ. അടുത്തിങ്ങനെ കുറച്ച് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു, ഫേസ് യോഗ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോ ലൈൻ വരുമോ അങ്ങനെ. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഡയറ്റിനും അതേപോലെ തന്നെ നമ്മുടെ വർക്കൗട്ടിനും പകരമാവും ഫേസ് യോഗ എന്നുള്ളത്. പക്ഷെ ഫേസ് യോഗ ഡെഫിനറ്റ്ലി ഒരു ആഡ് ഓൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡയറ്റിന് പകരം ഒന്നും വരില്ല. അത് 101% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതേപോലെ നമ്മൾ വർക്കൗട്ട് ചെയ്യാന്ന് പറയുന്നത് എന്തിനാ? മസിൽ സ്ട്രെങ്ത് ആവാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. അതിന് ശേഷമാണ് ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അതിനൊക്കെ പകരമായിട്ട് നമുക്ക് ഫേസ് യോഗ ചെയ്യാം അങ്ങനെ കരുതരുത് കേട്ടോ. ഇത് നമുക്ക് ഒരു ആഡ് ഓൺ ആയിട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നല്ലതാണ്. എനിക്കിപ്പോൾ എൻ്റെ മുഖത്ത് വ്യത്യാസം വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം നേരിട്ട് കാണുന്നവർ പറയുന്ന ഫേസ് ഒന്നും കൂടി ഒന്ന് ഷാർപ്പായിട്ടുണ്ട്. പക്ഷെ എൻ്റെ അങ്ങനെ വണ്ണമുള്ള ഒരു ഫേസും അല്ലല്ലോ. എൻ്റെ ഒരു ശരീരപ്രകൃതി ഇങ്ങനെയും കൂടി ആയതുകൊണ്ട് എനിക്കങ്ങനെ പേഴ്സണലി ഭയങ്കര കാണാനുള്ള ഡിഫറൻസിനെക്കാട്ടും കൂടുതൽ ഫിസിക്കലി ഐ ഫീൽ ഗുഡ്. പിന്നെ കുറച്ചൊരു ഗ്ലോ പോലെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ ഇനി എൻ്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ബോഡിയെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്. വർക്കൗട്ട് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, പിന്നെ ഇങ്ങനത്തെ ഈ ഫേസ് യോഗ അത് മെൻ്റലി നമ്മളെ നന്നാക്കി വയ്ക്കുക. ഈ ഫേസ് യോഗയിൽ എനിക്ക് മെയിനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്താ വെച്ചാൽ മെഡിറ്റേറ്റ് ചെയ്യും, നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസസ് ചെയ്യും. അതൊക്കെ എനിക്ക് മെൻ്റലി വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ബോഡീനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. 2 തരത്തിലുണ്ട് കേട്ടോ. അതെനിക്ക് ഉദ്ദേശമായിട്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ അത് ഒന്ന്. അതേപോലെ തന്നെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും നമ്മുടെ ജീവിതത്തിൽ, വർക്കിൻ്റെ ഇതിലാണെങ്കിലും അല്ലാണ്ടെയൊക്കെ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി നമ്മുടെയൊക്കെ ഒരു ഏജ് എന്ന് പറയുമ്പോൾ 30+, 35+ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. എസ്പെഷ്യലി എൻ്റെ ജോലിയിലാണെങ്കിൽ എനിക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് ട്രാവലിങ്ങും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഹെൽത്ത് ഓക്കെ ആക്കി വെച്ചാൽ മാത്രമേ എന്ത് ഓപ്പർച്യൂണിറ്റി വന്നാലും നമുക്കതിനെ പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊരു മനുഷ്യനും ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്ത് നോക്കുക എന്നുള്ളത്. അതിൽ പെടുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ ഫേസ് യോഗ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് വെക്കുന്നതിൽ എനിക്ക് ഇച്ചിരി പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ ഇത്രയും വർഷമായിട്ട് ഞാൻ ഫേസ് യോഗ ചെയ്യുന്നതാണ്.
പ്രൊഫഷണലി ഞാനൊരു 9 മാസമായിട്ട് പഠിക്കുന്നതാണ്, 8-9 മാസമായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവുമായിരിക്കും. ആർക്കെങ്കിലും ഫേസ് യോഗ വെച്ച് മാത്രം ഇങ്ങനെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂട്ടോ. എന്തായാലും നല്ല ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ വാട്ടർ എക്സസൈസസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ലതിന് തന്നെയാണ്. പക്ഷേ അണ്ടർ പ്രോപ്പർ ഗൈഡൻസ് നമ്മൾ അതിൻ്റേതായ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇതാ കഴിഞ്ഞു. ഇനി നമുക്ക് ഞാൻ വിചാരിക്കാം മുടി ഒന്നാകെ ആദ്യം അങ്ങ് സെറ്റ് ചെയ്യാം. മൂസ് എടുക്കാം അല്ലേ? കുറച്ച് മൂസൊക്കെ ഇട്ടിട്ട് നമ്മൾ ഡൈസിന് ഉപയോഗിക്കുമ്പോഴേ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടും കേട്ടോ. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഇതങ്ങ് പോവും. അപ്പം എൻ്റെ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞു കേട്ടോ. ഒരു ട്രാൻസിഷൻ എടുത്തതിന് ശേഷം നമുക്കിനി ബാക്കി ഹെയറും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ ട്രാൻസിഷൻ എടുക്കാനായിട്ട് ചരു മിഡിൽ നിന്നിട്ട് ഇങ്ങനെ വിസിലടിക്കും. പിന്നെ ഞാനും അമ്മും കൂടെ സൈഡിൽ നിന്ന് കറക്റ്റ് ആ ടൈമിൽ വന്നിട്ട് വിസിലടിക്കണം. ഒരു 10 സെക്കൻഡിൻ്റെ വീഡിയോ എടുക്കാനാണ്. അത് ട്രാൻസിഷൻ ആകെ ഒരു എനിക്ക് തോന്നുന്നു 2 സെക്കൻഡ് 3 സെക്കൻഡിലായിട്ടാവും ഉണ്ടാവുക. അതിന് തന്നെ ഞാൻ അത്യാവശ്യം നല്ലോണം കഷ്ടപ്പെട്ടു. ഈ പിള്ളേരാണ് എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്ന് ഒരുവിധം കഷ്ടപ്പെട്ട് അത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ട്രാൻസിഷൻസും ഇതൊക്കെ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ എൻ്റെ ഷൂട്ട് കഴിഞ്ഞ് എനിക്ക് നമ്മുടെ സിംഗിൾ ഔട്ട്ഫിറ്റും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എൻ്റെ ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ടായിരുന്നു, റീലെടുത്തു, അങ്ങനത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനും അമ്മും കൂടെ ഇതെന്താ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആണ് കേട്ടോ കഴിക്കണം. അപ്പോൾ ശരണ്യയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ടാവും അവൾ വന്ന് ഫുഡ് കഴിക്കാം. ഞങ്ങൾ ഞങ്ങളുടെ നഖത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. നഖം ഞാൻ ഒട്ടിച്ചതാണ് കേട്ടോ. അപ്പം അങ്ങനെ. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഇതുവരെയും ഒലിച്ചില്ല എന്നുള്ളത് ഞാനൊരു നല്ല കാര്യമായിട്ടാണ് കാണുന്നത്. കാരണം മേക്കപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ആക്ച്വലി ഒരു 3 മണിക്കൂറോളമൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. കാരണം ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ലിപ്സ്റ്റിക്ക് കുറച്ചുകൂടി ബ്രൈറ്റർ ഷെയ്ഡായിരുന്നു ഈ ഔട്ട്ഫിറ്റിനും അതേപോലെ ലുക്കിനും നല്ലത് എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഇവൻറ്റിൻ്റെ അവിടെ എത്തി, എല്ലാവരെയും കണ്ടു. കാർത്തി, വർഷം അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കളർ കോഡ് വന്നിട്ട് ഗംഗ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് അല്ലെങ്കിൽ ചാർക്കോൾ ഗ്രേ ആയിരുന്നു. പക്ഷെ അരും അമ്മും ബ്ലാക്ക് ആയതുകൊണ്ട് ഞാനും പിന്നെ ബ്ലാക്ക് തന്നെ എടുത്തു. പക്ഷെ ഇവർ ഫ്രണ്ട്സ് എല്ലാവരും ചാർക്കോൾ ഗ്രേ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. തീമൊക്കെ ഇപ്പം തന്നെ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ, എന്ത് രസമായിട്ടുണ്ടായിരുന്നു എന്നറിയാം. ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ആ ഒരു തീമും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടൊരു സാധനമാണിത്. അവരിങ്ങനെ നടന്ന് വന്നിട്ട് ആ ഒരു മിഡിൽ പോർഷനിൽ എത്തുമ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഈ ബലൂൺ വിടും. അപ്പോൾ ഈ ബലൂൺ ഇങ്ങനെ പറന്നു പോകും. അതൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഓർഗനൈസ് ചെയ്തതും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അവളെ സമ്മതിക്കണം, രണ്ടുപേരും, ഗംഗ ആണെങ്കിലും വിഷ്ണു ആണെങ്കിലും രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാണ്. ഗംഗയെക്കുറിച്ചുള്ള ഓരോന്നൊക്കെ നമ്മളിങ്ങനെ പറയുമല്ലോ, അതൊക്കെ രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ നമ്മുടെ പേര് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ പേരൊക്കെ കണ്ടുപിടിച്ചു കേട്ടോ. പല്ലില് മുത്തൊക്കെ ഒട്ടിച്ചാണ്. അവളുടെ കല്യാണത്തിന് സ്പെഷ്യൽ ആയിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് എന്റെ ജിമ്മിക്കുള്ള റോൾ മോഡൽ കാറോട്ടിക്കള മോഡല് ശരുവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? അടിപൊളി, ഡ്രീമി, ഒറ്റമാക്കി പറഞ്ഞ ഡ്രീം. നല്ല അടിപൊളി. എസ്പെഷ്യലി ആ ബബിൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പൊട്ടിക്കുമ്പോൾ അമലിവിടെ അമലാണ് ഇതിന്റെ ഡ്രസ് നന്നായിട്ട് നന്നായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എല്ലാരും ഇതായിട്ട് പറയണം. ഓടി ചേച്ചി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് ഇവിടെ തകർക്കരുത്. ഓക്കെ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ. ഞങ്ങൾ പോയി ഫോട്ടോസിന് ബാക്കി കുറെ പരിപാടികളുണ്ട് കാണുന്നത്. പക്ഷെ ജനുവലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ മച്ച്. താങ്ക് യു ചേച്ചി, താങ്ക് യു. താങ്ക് യു. ഞാൻ വാങ്ങിക്കുമ്പോ ചേച്ചി അതുകൊണ്ടങ്ങ് പോയി. ഓക്കെ, അപ്പൊ അടുത്ത ആരാണ്? ഈ സൈഡ് വേണോ ഈ സൈഡ്? ഇല്ല, ഞാൻ തീരെ ചമ്മിപ്പോയിട്ടില്ല കേട്ടോ. എന്നാലും അതിനുശേഷം ഡാൻസും പരിപാടികളൊക്കെ ആയിരുന്നു. എല്ലാവരുടെയും അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. എസ്പെഷ്യലി ഗംഗയുടെയും അപ്പൂൻ്റെയും. അപ്പൊക്കെ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് അപ്പു ഡാൻസ് കളിക്കുന്ന കാണുന്നത്. അപ്പം
നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ നമുക്ക് മനസ്സ് നിറയാന്ന് പറയില്ലേ, അത്ര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, അത്ര ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാമാണ് രണ്ടുപേർക്കും. ഹാപ്പി മാരീഡ് ലൈഫ്. ഐ എം സോ ഹാപ്പി ഫോർ ദം. ലവ് യു ബോത്ത്. ബൈ.